രാഹുൽ മാങ്കൂട്ടത്തിലിനെ PK ഫിറോസ് ചേർത്ത് പിടിച്ചു. ഫാത്തിമ തഹ്ലിയ MLA തൻ്റെ ഫേസ്ബുക്ക് പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരുമോടൊപ്പം നിൽക്കുന്ന ചിത്രവും കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തു. കാണാം ആ ദൃശ്യങ്ങൾ. ഈ സത്യം പറഞ്ഞാൽ ഇന്നത്തെ സാമൂഹിക മാധ്യമ ദൃശ്യമാധ്യമ വേട്ടയുടെ കാലത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവർ സൃഷ്ടിക്കുന്ന ഒരു ദൃശ്യമാധ്യമ അല്ലെങ്കിൽ വാർത്താമാധ്യമ ബോംബിംഗ് ഉണ്ട്. അതിനെ ബോംബിംഗ് എന്നോ മാലിന്യ വിസർജനമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അത് വാരി ചിലരുടെ മുഖത്തേക്കും ശരീരത്തേക്കും അന്തരീക്ഷത്തിലേക്കും ആകെ നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നിരപരാധികളായ മനുഷ്യർക്ക് പോലും ഒരക്ഷരം മിണ്ടാനാവില്ല. ഇനി ഇര എത്ര നിരപരാധിയാണെങ്കിലും ആ മാലിന്യ വിസർജനം തീരാതെ, അല്ലെങ്കിൽ ആ അഭ്യാസം തീരാതെ, ആ ബോംബിങ് തീരാതെ അവരെത്ര ഒച്ച വെച്ചാലും ശബ്ദിച്ചാലും ഒന്നും ആരും കേൾക്കില്ല. എന്ന് മാത്രവുമല്ല, അങ്ങനെ അറിയാവുന്നവർക്ക് പോലും മിണ്ടാൻ പോലും കഴിയില്ല. അങ്ങനെ മിണ്ടിപ്പോയാൽ മിണ്ടുന്നവരെ കൂടി ഇവർ വാരി എറിയും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ പണ്ട് സംഭവിച്ചതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ KC വേണുഗോപാലിനെതിരെ നടന്നതും എല്ലാം അതുപോലെ ഒരു വിസർജ്യ വർഷമാണ്. അതൊരു പ്ലാൻഡ് സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി വളരെ കൃത്യമായി എഫക്റ്റീവായി എക്സിക്യൂട്ട് ചെയ്താൽ ആ ലക്ഷ്യം വെക്കുന്ന ആളും തളർന്നു പോകും, അവരെ സ്നേഹിക്കുന്നവരും തകർന്നു പോകും, സത്യം അറിയാവുന്നവരും മിണ്ടാൻ കഴിയാത്തതുപോലെ അങ്ങ് ആയിപ്പോവും. പിന്നെ ആകെ ഭാവിയെക്കുറിച്ചൊന്നും നോട്ടമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത കുറച്ച് പാവങ്ങളായ ആളുകളായിരിക്കും അലമുറയിട്ട് അല്ല 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 എന്ന് പറയുക. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാം ജന്മമാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ ജന്മത്തിൽ കത്തിക്കയറി റീൽസുകളും മറ്റുമൊക്കെയായി നിറഞ്ഞു നിന്ന് തകർത്ത് നിന്ന്, അതിനുശേഷം ആ തകർപ്പിക്കൽ കൂടിയപ്പോൾ എന്നാൽ ഇവനെ കൈകാര്യം ചെയ്യണം എന്ന് ഒരു സംഗതി ആഗ്രഹം വരികയും ഈ തകർക്കുന്ന കാലത്ത് ഉള്ള ചില ഭാഷകളോ പ്രയോഗങ്ങളോ അഹങ്കാരങ്ങളോ ധാർഷ്ട്യങ്ങളോ ഒക്കെ വ്യാഖ്യാനിച്ച് അങ്ങനെയാക്കി എടുത്ത് അത് അങ്ങോട്ട് കൈകാര്യം ചെയ്യും. ആ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ മാറിയും തിരിഞ്ഞും കൈകാര്യം ചെയ്യും. അന്നത്തെ ദൃശ്യങ്ങളൊക്കെ ആരെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നിട്ട് നോക്കിയാൽ അറിയാം അന്നത്തെ ഒരാവേശം. അതെവിടെയാണ്, അവിടെയാണ്, അറസ്റ്റ് ചെയ്തോ, രാത്രി അറസ്റ്റ് ചെയ്ത് കാസർഗോഡ് ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നു, ഭക്ഷണ പൊതിയുമായി കുറേ പേർ പോയി നിൽക്കുന്നു. എന്തൊരു തരം പാനിക് സിറ്റുവേഷനാണ് ഉണ്ടാക്കുന്നത്. ഉടനെ കേസ് കൊടുക്കുന്നു, അതിൻ്റെ വിചാരണ നടക്കുന്നു, അത് തള്ളുന്നു, ഇത് തള്ളുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സാധാരണ ചക്രം ചവിട്ടി കഴിയുന്നത് പോലെ ഒരു വശത്തേക്കുള്ള ചവിട്ട് കഴിയുമ്പോൾ പിന്നെ മറുവശത്തേക്ക് ചവിട്ടാൻ തുടങ്ങുമ്പോഴാണ് എന്തെല്ലാമായിരുന്നു നടന്നത് എന്നുള്ള ചിന്ത വരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സംഗതികളെയൊക്കെ കാണുന്നത്. PK ഫിറോസ് MLAയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതും തഹ്ലിയ MLA പോസ്റ്റ് ഇടുന്നതും. ഇതിനേക്കാളൊക്കെ മുമ്പേ ഞാൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരികെ വിളിക്കണം, തിരികെ വരണം എന്ന് പറഞ്ഞതുമെല്ലാം ഈ പറഞ്ഞ സംഗതിയുടെ തുടർച്ചയായി ഇനി കാണുന്ന കാര്യമാണ്. അതെ, ഒരാളിനെ ആദ്യം പട്ടിയാക്കുക, പിന്നെ പേപ്പട്ടിയാക്കുക, പിന്നെ തല്ലിക്കൊല്ലുക, എന്നിട്ട് വീണ്ടും അടുത്ത ആളിൻ്റെ പുറകെ പോവുക. ആ പോകുന്ന ആളുകൾ ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ട് നിന്നവരായിരിക്കും, ചിലപ്പോൾ നിശബ്ദമായി, ചിലപ്പോൾ സന്തോഷിച്ചവർ, ചിലപ്പോൾ എനിക്കെതിരെ ഇത് വരില്ലെന്ന് വിശ്വസിച്ചവർ.